നമസ്കാരം. റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. So let's begin the show. This is Red Carpet. And നമ്മുടെ ചുറുചുറുക്കുള്ള നമ്മുടെ ഗസ്റ്റുകൾ ഇവിടെ ഇന്നും എത്തിയിട്ടുണ്ട് നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ. സോ അവരെ കൂടി വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം നോബിൻ ആൻഡ് നീനു. ഓക്കെ, അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് നോബിനും നീനുവിനും സ്വാഗതം ഒരിക്കൽ കൂടി. കുറേ വിശേഷങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ വിശേഷങ്ങളൊക്കെ കേട്ടു പ്രേക്ഷകർ. ഇനി നിങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ, അതായത് എനിക്കറിയാം നോബിൻ്റെ ആഗ്രഹം മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും കൂടെ അഭിനയിക്കണം, അങ്ങനത്തെയൊക്കെ ഒരു ആഗ്രഹങ്ങളുണ്ട്. സോ എന്താണ് സിനിമയിലുള്ളൊരു പ്രതീക്ഷ, എന്തൊക്കെയാണ് മനസ്സിലുണ്ടാവുന്ന ഒരു ഡ്രീം? നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം സിനിമയാണല്ലോ. അപ്പൊ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെയല്ല, എനിക്കൊരു നല്ല ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെയുള്ള എല്ലാവരും കൂടി ഒരു മിനിറ്റ് ആണെങ്കിലും നമുക്ക് ശ്രദ്ധിക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ എനിക്ക് അത്രയും ഭയങ്കര സന്തോഷം എനിക്ക് വന്നായിരുന്നു. പക്ഷെ അതെല്ലാം അങ്ങനെ ചെറിയ മനസ്സിലായി. അപ്പൊ അന്നേരത്തേക്കും എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു ആദ്യമേ കയറുമ്പം ഇച്ചിരി നല്ലൊരു മൂവിയിലാണെങ്കിൽ എപ്പോഴും ഒരു നല്ല ടീമിന്റെ കൂടെ കുഞ്ഞു ക്യാരക്ടർ ഒരു മിനിറ്റ് ആണെങ്കിലും മതി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കുമല്ലോ. നാട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? നാട്ടുകാർ നല്ല സപ്പോർട്ടാണ്. ഇപ്പം അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം എൻ്റെ കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്നു, അവനിവിടെ ഉണ്ട്, ബിനു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും അവനും ഒരു ചാൻസ്. കാരണം എന്ന് പറഞ്ഞാൽ അവന്, ഞാൻ പറയാം, ക്യാമറ, അവൻ ഡയറക്ടറാണ്, എല്ലാതെ അവന് അറിയത്തില്ലാത്ത ഒരു പരിപാടിയില്ല. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കും ഒരു അവസരം കിട്ടിയത്. അപ്പൊ നാട്ടുകാരൊക്കെ ഹാപ്പിയാണ്, അവരെല്ലാരും ഈ സീരിയൽ സ്ഥിരമായി കാണുന്നതുകൊണ്ട് ഭയങ്കര ആരാധകരാണ്. ഞങ്ങളുടെ ആ പ്രദേശത്ത് അത്യാവശ്യം ഞാനും ഇങ്ങനെ 1-2 പേരേ ഉള്ളൂ. അപ്പൊ അവർക്ക് എനിക്കൊക്കെ അന്നേരം ഭയങ്കര അത്ഭുതമാണ്. ആൾക്കാർ ആ സീരിയലിലുള്ള ഒരാൾ ശരിക്കും ആ ആളാണ് ഞാൻ ഓർത്തോണ്ടാണ് ഇരിക്കുന്നത്. എപ്പോഴെങ്കിലും പാട്ട് പഠിക്കണം തോന്നിയിട്ടുണ്ടോ? പാട്ടല്ല, എനിക്ക് ഡാൻസ് പഠിക്കണം തോന്നിയിട്ടുണ്ട്. അടിപൊളി. അത് ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാമിന് ചെന്നിട്ടേ ഒന്നും ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് പക്ഷെ അതായത് ഡാൻസ് പഠിക്കണമെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രായം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതായത് ഒരു റിതം സെൻസ് ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ 2 പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ ചെറുതായിട്ടൊരു ഫ്ലെക്സിബിലിറ്റി കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിന് വിളിക്കുമ്പോൾ മൈക്കിൾ ജാക്സന്റെ ഒരു പെർഫോമൻസ് തന്നെ നൂബിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നീനുവിന് എന്താണ് ആൾക്കാർ സത്യ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, നീനു എന്ന് വിളിക്കുന്നതാണോ? വീട്ടിലെന്താ വിളിക്കുക അമ്മ? വീട്ടില് നീനു തന്നെ വിളിക്കാം. എന്റെ ശരിക്കുള്ള പേര് മെർഷീന നീനു എന്നാണ്. മീനിങ് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. അറബിക് നെയിം ആണ് അറബിക് നെയിം. അതെ, പക്ഷെ രസമുണ്ട്. പക്ഷെ എനിക്ക് ക്യാരക്ടറിന്റെ പേര് പറഞ്ഞ് വിളിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പൊ നമുക്ക് ഷൂട്ടിലാണെങ്കിലും ലൊക്കേഷനിലാണെങ്കിലും ഇപ്പൊ നമ്മളെ ഷോട്ടിന് വിളിക്കുമ്പോൾ നീനു എന്ന് പറഞ്ഞ് വിളിക്കുന്ന എല്ലാവരും എനിക്ക് ക്യാരക്ടറിന്റെ പേര് പറഞ്ഞ് വിളിക്കുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടം. ലൊക്കേഷൻ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ലൊക്കേഷനിലേറെ എനിക്ക് ക്യാരക്ടർ മിസ് ചെയ്യുന്നുണ്ട്. ക്യാരക്ടർ കാരണം നമ്മൾ മുന്നോട്ട് ഇനിയും ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തീർന്നു. ഇപ്പോൾ ഇപ്പോഴും പഴയ വീഡിയോസും അല്ലെങ്കിൽ ആ സീൻസ് ഒക്കെ കാണുമ്പോൾ ആ ക്യാരക്ടറിന്റെ ഫീൽ ഇപ്പോഴും ഉണ്ട്. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട്. അതെ, ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. തമിഴൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് നടന്നിരുന്നു? അതായത് സത്യ എന്ന പെൺകുട്ടി അല്ല, ആക്ച്വലി അത് തമിഴിൽ നിന്നാണ് മലയാളത്തിലേക്ക്. എങ്ങനെയാണ് നീനുവിന്റെ എന്തെങ്കിലും തമിഴ് പ്രോജക്ട്സ് ചെയ്തിരുന്നോ, മൂവി ഒക്കെ ചെയ്തിരുന്നോ? ഞാൻ മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. ഞാനത് 10th പഠിക്കുന്നത്, ഒരു 7 years ആയി എങ്ങനെ നോക്കിയാലും. ഇപ്പം അത് കണ്ട ബിഗിനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ വലിയ മൂവീസ് ഒന്നും ആയിരുന്നില്ല. നമ്മൾ വിചാരിച്ച റിലീസ് ആയെങ്കിൽ പോലും അങ്ങനെ വിചാരിച്ചൊരു ഹൈപ്പ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സിനിമ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയില്ല. ഒരു സിനിമ നമുക്ക് നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ സിനിമ വരും, അപ്പൊ അങ്ങനെ വരട്ടെ. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഏതാണോ അതിൽ നമ്മൾ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരികയാണ്. അത് നിങ്ങളെ എല്ലാവരും തിരിച്ചറിയുന്നു, നിങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ നിങ്ങളെ തിരിച്ചറിയുന്നു, എല്ലാം അടിപൊളിയാണ്. പക്ഷെ നിങ്ങൾ ചില ആൾക്കാരെ തിരിച്ചറിയുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ അറിയേണ്ടത്. ആദ്യം നീനു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വിഷ്വൽ. പറഞ്ഞോ? ഞാൻ പറഞ്ഞു തെറ്റി പോകുന്നുള്ള ടെൻഷൻ എപ്പോഴും. നോട്ടം കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. അതായത് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും മേഖല ഓർമ്മയുണ്ടോ? ഡയറക്ടർ അല്ലേ? ആണ്. ഉറപ്പ് പറ. ആണോ? ആണ്. ഓക്കെ, നീ പേര് പറഞ്ഞോളൂ. ലോറൻസോ? വിടരുത്. എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് പേടിയാ, തെറ്റിപ്പോയാൽ കൊല്ലും. 3, 4, 5, 6, 7, 8, 9, 10. നീ പറ, ലോബിൻ പറ. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ലോ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ലോഹി.
അതങ്ങ് പറഞ്ഞില്ല. പൊന്നോ ലോഹിദാസ്. ലോഹിദാസ്, കുറച്ച് തെറ്റുണ്ട്. ലോഹിതദാസ്. ആ അതെ അതെ. ഞാൻ പറഞ്ഞു നമ്മുടെ മലയാളത്തിന്റെ അനശ്വരനായ റൈറ്ററും ഡയറക്ടറും എല്ലാമാണ് നമ്മുടെ ലോഹിതദാസ് സാർ. അദ്ദേഹത്തിന്റെ വിഷ്വലാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്തത് നൂബിനാണ്. ഇത് നമ്മുടെ ചാർലി ചാപ്ലിൻ. ഓക്കെ, ഇനി നീനുവിന് എന്തെങ്കിലും പറയാനുണ്ടോ ഇതില്? ഹിറ്റ്ലറാണോ? ചാർലി ചാപ്ലിൻ ആണോ അത് ഇപ്പൊ പറഞ്ഞ ഹിറ്റ്ലർ ആണോ? ഏതാണ്? ചാർലി ചാപ്ലിൻ. ഹിറ്റ്ലർ ഉറപ്പിക്കട്ടെ, ചാർലി ചാപ്ലിൻ. നൂബിൻ ചാർലി ചാപ്ലിൻ ആൻഡ് നീനു ചാർലി ചാപ്ലിൻ അല്ല, ഹിറ്റ്ലർ ആണ്. ഞാൻ പറഞ്ഞതാ. എന്താ മോനും കൂടെ നോക്കി? ചാർലി ചാപ്ലിൻ. ഇനി അടുത്തത് നീനു. എന്താ ദൈവമേ, അയ്യോ. ഇതാരുടെ ഫോട്ടോ ചേട്ടാ? ഏത് ഫോട്ടോ? ദേ ഈ ഫോട്ടോ. വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ. പാസ്. നൂബിനറിയില്ല? ഇല്ല. ഓ മൈ ഗോഡ്, ഇതാണ് നമ്മുടെ മലയാള സിനിമയിലെ ഹിറ്റ് മേക്കർ ജോഷി സാർ. തൊലഞ്ഞു, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ജോഷി സാറിന്റെ സിനിമകളൊക്കെ അറിയാം. പിന്നെ അറിയില്ലേ? പിന്നെ അറിയാം. പക്ഷേ അടുത്ത ജോഷി സാറിന്റെ ഏത് സിനിമയാ കണ്ടത്? നിനക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഞാൻ പറയാം, പൊറിഞ്ചു മറിയം ജോസ്. ഓറഞ്ച് മറിയ ജോസ്. ഓക്കെ, പിന്നെ വേറെ ഉണ്ട് ഹിറ്റ് സിനിമ. നോബിന് ജോഷി സാറിന്റെ സിനിമ ഏതാണ് കണ്ടത് ഓർമ്മ? നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ മോഹൻലാലിന്റെ പണ്ടത്തെ ആ പടത്തിന്റെ പേര് പണ്ടത്തെ മോഹൻലാൽ പണ്ട് ഒരുപാട് സിനിമ. ഞാൻ പറയാം, ജഗതിക്കുള്ള പടമില്ലേ? കിൽക്കല്ല, ചുമല ജീപ്പൊക്കെ ഉള്ള ഒരു പടം. ചുമല ജീപ്പ് നരസിംഹ. അത് ജോഷി സാറിന്റെ അല്ലേ? പൊളി അല്ലേ? അല്ല, പിന്നെ അയ്യോ. ജോഷി സാർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വേറൊരു സിനിമയാണ് 2020. ആ പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ കിങ്. ഈ തെറ്റി തീർന്നോട്ടോ. ഈ തെറ്റിതിടും. ഞാൻ ഇവിടെ എന്ത് പറഞ്ഞാലും ഇവര് ഇടൂടാ. എന്റെ ഒരു വിലയില്ല ഇവർക്ക്. ഈ ഗെയിം നമുക്ക് മാറ്റാം, അടുത്ത ഗെയിം. സത്യമായിട്ടും ഓക്കെ, റെഡി. അടുത്ത വിഷ്വൽ. സന്തോഷ് പണ്ഡിറ്റ്. ഗ്യാപ്പ് തന്നില്ല. അയ്യോ, ഇതിനൊക്കെ ഞാൻ എന്താ പറയാ? ആക്ച്വലി അത് എന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? ആരെയാണ് ഇത്? എനിക്ക് അറിയാവുന്ന ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഈ വിഷ്വൽ ഗെയിം നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചു. ഞാൻ വേർത്തു പോയിട്ടോ സത്യം പറഞ്ഞ. ചില സമയം നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോ ഒന്ന് ബ്ലാങ്ക് ആവും. അതാണോ പെട്ടെന്ന് കിട്ടില്ല, അത്രേ ഉള്ളൂ. നമുക്കൊരു അറിയായിരിക്കും, പക്ഷെ പറയുമ്പോ ആണോ എനിക്കുമ്പോ അല്ലേ എന്നുള്ള കൺഫ്യൂഷൻ. അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ഭയങ്കര ഇന്റലിജന്റ് ആയിരിക്കണം. അത് നമ്മളല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും അല്ല. എന്നാലും ജോഷി സാർ അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടസ്റ്റന്റിനെ വിളിക്കാനുള്ള സമയമായിരിക്കണം. അവരുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കണം, അവരുടെ പെർഫോമൻസ് കാണണം, സമ്മാനം കൊടുക്കണം, അങ്ങനെ ചില കാര്യപരിപാടികളുണ്ട്. അപ്പോൾ റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഇന്ന് പെർഫോം ചെയ്യാൻ വരാൻ പോകുന്ന ആ വ്യക്തിയെ വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദീപ്തി കല്യാണി. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണു എന്ന് വിചാരിക്കണു. നല്ല, അതായത് നമ്മൾ ദൂരേന്ന് കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു, നല്ല ഡ്രസ്സും ഒരുങ്ങി അടിപൊളിയായിട്ടുണ്ട്. ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് ആണെന്നുള്ളത് ഇപ്പോഴേ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ദീപ്തി എന്നാണോ വിളിക്കുന്ന ആൾക്കാർ, അതോ കല്യാണി എന്നാണോ വിളിക്കുക? രണ്ടും വിളിക്കും. ഓൾമോസ്റ്റ് വിളിക്കുന്നത്. ഓക്കെ. ആൻഡ് ഒരു ഡാൻസ് പെർഫോമൻസ് സ്റ്റേജിൽ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അവസരങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അത് ജെൻഡറിനെ ബേസ് ചെയ്തുകൊണ്ട് തട്ടിപ്പോവാണെന്ന്. ഓക്കെ. ആൻഡ് ദീപ്തിനെ കുറിച്ച് വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ വനിതാ മാഗസിനിൽ ആദ്യത്തെ ഒരു ട്രാൻസ്ജെൻഡർ കവർ ഗേൾ ആയിരുന്നു ദീപ്തി. അതൊരു വലിയൊരു കാര്യമാണ് അല്ലേ? കാരണം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു മാഗസിൻ ആണ്. സോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു വനിതയിൽ വന്നതിന് ശേഷമാണ് ദീപ്തി എന്താണെന്നുള്ളത് സമൂഹത്തിന് മനസ്സിലായിട്ടുള്ളത്. അതിനു മുമ്പൊക്കെ എൻ്റെ ലൈഫിൽ തന്നെ കല്ലെറിയലും കളിയാക്കലും പരിഹസിക്കലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
ഞാൻ ബാംഗ്ലൂരായിരുന്നു ആ സമയത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു, ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞു. സോ ഞാൻ വന്നു, ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർക്ക് എത്തിയതിന് ശേഷമാണ് വനിതയുടെ കവർ പേജ് ആയിട്ട് വരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഒരു സ്ത്രീ ആവാനാണ്, ഒരു സ്ത്രീ ആയി കാണണം, സമൂഹത്തിന് മുമ്പിൽ സ്ത്രീ ആവണം എന്നാണ്. അപ്പോൾ ഈ വനിത എന്ന് പറയുന്ന ഒരു മാഗസീനിലെ ഹെഡിങ് തന്നെ ചരിത്രം വഴി മാറുന്നു, ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ആദ്യത്തെ വനിത ട്രാൻസ് കവർ ഗേൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. അവിടുന്ന് ഒരുപാട് കുറേ ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് എങ്ങനെയായിരുന്നു, അതായത് ഈ ഒരു മെന്നിൽ നിന്ന് ട്രാൻസ് ഇതിലേക്ക് വരാനായിട്ട് ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എന്തൊക്കെയായിരുന്നു? ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, അവര് അത് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, സർജറി ചെയ്യാൻ. സർജറിയെ കുറിച്ച് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആൺകുട്ടിയായിട്ടുള്ള സമയത്ത് എൻ്റെ ആ ഒരു സ്ത്രേണത എൻ്റെ ഫാമിലിയിലെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. എൻ്റെ ബ്രദർ ആയിരുന്നു. ചേട്ടൻ പുറത്ത് പോയിട്ട് ജോലി എടുക്കുന്ന സ്ഥലത്ത് അവിടെയൊക്കെ പറയുന്നത് നിന്റെ അനിയൻ എന്താ ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പൊ ചേട്ടൻ വീട്ടിൽ വന്നിട്ട് വഴക്കുണ്ടായി. ഏകദേശം 1 വർഷത്തോളം ചേട്ടൻ്റെ അടിയും ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് തല്ലി ഈ പടിയടച്ച് പിണ്ടം വെക്കാന്നൊക്കെ പറഞ്ഞ പോലെയായിരുന്നു എന്നെ പുറത്താക്കിയത്. 16-17 വയസ്സിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. സോ ഞാൻ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ ഒരു 3 മാസത്തോളം ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കിട്ടാതെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് എന്നെ കൊണ്ടുപോയത് ശീതളാണ്. ശീതൾ എൻ്റെ ക്ലോസ് സിസ്റ്റർ എന്ന് തന്നെ പറയാം. ശീതൾ ബാംഗ്ലൂർ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് ഒരു കൾച്ചർ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഞങ്ങളെ തന്നെ ഒരു ലോകമാണ് ഈ സർജറീസ് ചെയ്തിട്ടുള്ള കുറേ ഒരുപാട് ട്രാൻസ് വുമൻസിനെ കാണുന്നത്. അപ്പോഴാണ് എനിക്ക് സർജറി ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നിയത്. അവിടെ ചെന്ന് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് വേണം. ഫിനാൻഷ്യൽ ഹെൽപ്പ് ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ സ്വന്തം തന്നെ. അതായത് അവിടുത്തെ ആ ഒരു കൾച്ചറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഗിങ് ചെയ്യാം. സോ ഞാൻ സെക്സ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഭക്ഷണം കഴിക്കണം, നമ്മുടെ വസ്ത്രം, ഉള്ളിലെ ആഗ്രഹം. ജോലി എടുത്ത് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ജോലി തരുന്നില്ല. അതിനുള്ള ക്വാളിഫിക്കേഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. 10 വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള കഴിവ് ഡാൻസ് എന്നുള്ളത്. അപ്പോഴൊന്നും ആക്ടിങ് ഉണ്ടായിരുന്നില്ല. ഡാൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഞാൻ വിചാരിച്ച അത്ര ആ ഒരു സർജറിക്ക് എത്തില്ല. അപ്പോൾ അവിടെ ബെഗിങ് ചെയ്യുന്നു, ട്രാഫിക്കുകളും കടകളൊക്കെ ബെഗിങ് ചെയ്യുന്നു, സെക്സ് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കി ഞാൻ സർജറി ചെയ്തു, പൂർണ്ണമായൊരു സ്ത്രീയായി. എന്തായാലും ഈ സെക്സ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ ബെഗ് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കില്ല. അല്ല. അപ്പൊ അത് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് എപ്പോഴെങ്കിലും മനസ്സിൽ? ഒരുപാട് വിഷമങ്ങൾക്ക്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കരയാത്ത രാത്രികളില്ല. കാരണം സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ പെൺകുട്ടികൾ കൂടെയാണ് ഞാൻ പോവാ. അപ്പൊ കല്ലെടുത്തരും, നീ ആണാണോ പെണ്ണാണോ വെച്ചിട്ട് യൂണിഫോം വരെ അയച്ചു നോക്കിയ കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ അക്സെപ്റ്റഡ് ആണ് ഒരു 6 വർഷമായിട്ട്. അത് വനിതയിൽ വന്നതിന് ശേഷം. അതായത് അച്ഛനും അമ്മയും ഈ ബ്രദറും ഒക്കെ അന്ന് എന്നെ തള്ളി പുറത്താക്കി എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞത്, നീ ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഒന്നുമല്ല ആണായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ പെണ്ണായിട്ട് ജീവിക്കണം. ആണും പെണ്ണും കെട്ടി ഈ വീട്ടിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. 10 വർഷത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ചേട്ടനോട് ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, ഞാനിപ്പോൾ ഒരു സ്ത്രീയാണ്, ചേട്ടൻ്റെ അനിയത്തിയായിട്ട് സ്വീകരിക്കാൻ പറ്റുമെന്ന് വെച്ചു. അതേ ചേട്ടൻ കരഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ കാലിൽ വീണു. അത് ഞാൻ ചേട്ടനെ കുറ്റപ്പെടുത്തിയതല്ല, അന്നത്തെ സാഹചര്യം ഒരാളും അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ ഫ്ലോറിൽ ഇരിക്കുന്നത്. ആൻഡ് ഈ ഫിലിം, അതായത് അഭിനയത്തിലേക്ക് വന്നിട്ട് ഇപ്പൊ ഏതെങ്കിലും മൂവീസ് ചെയ്തോ? അതെയോ? ഞാനൊരു 6 മൂവി ചെയ്തു. 6 മൂവി ചെയ്തു. ഒരാൾ ചോദിക്കും സിനിമയിൽ അഭിനയിച്ചു, ഏതൊക്കെ മൂവിയാണ്? 6 മൂവി. സിനിമയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അതിലുണ്ടായിരുന്നില്ലെന്ന്. കാരണം ഈ ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് വരുന്ന കഥാപാത്രങ്ങളെല്ലാം ഒന്നുമല്ല ട്രാൻസ്ജെൻഡർ കഥാപാത്രം, അതിങ്ങനെ വന്നു പോയി എന്നുള്ളത് മാത്രമായിരിക്കും. അതെല്ലാം തന്നെ കൊടുക്കുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടാണ്, അതാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവി 2 ഫേസ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്യുന്നുണ്ട്. അതെ, അത് 5 ഭാഷകളിലാണ്. മെയിൻ ക്യാരക്ടർ തന്നെയാണ് ചെയ്യുന്നത്. 5 ഭാഷകളിൽ വരാൻ പോകുന്ന ഒരു സിനിമയിലെ നായികയാണ് ദീപ്തി ഇന്ന്. അതെ, ഓക്കെ. ആൻഡ് ഇനി എന്താണ്, അതായത് ഒരു മാരേജ് ലൈഫ് അല്ലെങ്കിൽ ഒരു കുട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കല്പം ഉണ്ടോ? ഓൾറെഡി എൻ്റെ മാരേജ് ഞാൻ ബാംഗ്ലൂർ നിൽക്കുന്ന സമയത്ത് തന്നെ കഴിഞ്ഞതാണ്. അത് ലീഗലായിട്ടൊന്നുമല്ല. ഒരാളെ പ്രണയിച്ചു, 3 വർഷം ജീവിച്ചു. കാരണം അന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ അടുത്തോ ഷെയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലൈഫ് പാർട്ട്ണർ വേണമെന്ന് ആഗ്രഹിച്ച് ഒരാൾ വന്നപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. 3 വർഷം അവരുടെ കൂടെ വിവാഹം കഴിച്ച് അവരുടെ കൂടെ താമസിച്ചു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കണക്കില്ലാന്ന് തന്നെ പറയാം, ഒരുപാട് ക്യാഷ് കൊടുത്ത് സ്നേഹം വാങ്ങിച്ചു. എന്നെ പ്രപ്പോസ് ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് കള്ളം പറയാൻ പാടില്ല. പിന്നെ സോ ആൺകുട്ടികളാണ്, എന്തോ അറിയാലോ. അപ്പോൾ നിനക്ക് പോകണമെങ്കിൽ പോവാം, ആരുടെയും കൂടെ എൻജോയ് ചെയ്യണമെങ്കിൽ അത് എൻജോയ് ചെയ്തോ, പക്ഷേ അത് എൻ്റെ കണ്ണിലോ എൻ്റെ ചെവിയിലോ ഞാൻ കാണാൻ പാടില്ല, എൻ്റെ അടുത്ത് കള്ളവും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു.
സോ ഞാൻ 3 വർഷത്തിന് ശേഷം ഞാൻ ഡയറക്റ്റ് കണ്ണിൽ കണ്ടു, അത് അന്നത്തോടെ സ്റ്റോപ്പ് ചെയ്തു. ഒരുപാട് ഇങ്ങനത്തെ ഒരു ചതി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒത്തിരിയുണ്ട്, നമ്മൾ ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്റ്റോറി പറയാനുണ്ട്. ലവ് തന്നെയാണ്. കാരണം ലാസ്റ്റ് അവർ ചതിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, കാരണം ആ സമയത്ത് നമുക്ക് വീട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരിക്കില്ല. അപ്പോൾ പിന്നെ നോക്കുന്ന സൂസൈഡ്. പക്ഷെ ഞാൻ എന്തായാലും മരിക്കില്ല. അതെ, ഇല്ല. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. കാരണം നമ്മുടെ ഈ ഷോയിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമർ, ഒരു ഗസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം സക്സസ് എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതല്ല, ഹാർഡ് വർക്കും പാഷനും ഒക്കെ ഉണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ അതിന് ഉത്തമ ഒരു ഉദാഹരണമായിട്ട് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു ലൈഫ് തന്നെയാണ് ദീപ്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇതേപോലെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് നല്ല മിടുക്കിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.